യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പറവൂർ കോട്ടുവള്ളി സ്വദേശിനി ആശാ ബെന്നിയാണ് മരിച്ചത്. പലിശയ്ക്ക് പണമെടുത്തതിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും എന്റെ മരണകാരണം ഇതാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യ എടുത്തത്. 10 ലക്ഷം രൂപ എടുത്തായിരുന്നു. അത് 5 ലക്ഷം വെച്ചാണ് നമുക്ക് തന്നിരുന്നത്. അതുപോലെ ആവശ്യപ്പെട്ടപ്പോൾ 5 ലക്ഷവും പലിശയും ഇതൊക്കെ കൊടുത്തേർന്നതാണ്. ഏകദേശം എൻ്റെ ഭാര്യ പറഞ്ഞാണ് 1.10 വെച്ച് മാസം കൊടുത്തേർന്നതാണ്. അത് ഏതാണ്ട് ഇപ്പോൾ 2023 തൊട്ടാണ് ഇത് കൊടുത്തേർന്നത്. 23 കൊടുത്തിട്ട് ഇപ്പോൾ 25 ഈ ടൈം വരെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് മുതൽ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം വന്നെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉണ്ടായില്ല. ഞാൻ പണിക്ക് പോയേക്കായിരുന്നു. പണിക്ക് പോയി വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇത്ര കാശ് ഇവിടെ കൊടുക്കാനുണ്ടെന്നൊക്കെ. ആരുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ചത്? ഇവര് ബിന്ദു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ നിന്നാണ് മേടിച്ചത്. അയാൾ പോലീസുകാരനായിരുന്നു, റിട്ടയർഡ് പോലീസ് ഡ്രൈവറായിരുന്നു. ആശാ ബെന്നിയുടെ വീട്ടിലെത്തി പണം നൽകിയവർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ഈ പലിശയ്ക്ക് പണം നൽകിയവർ ഭീഷണിപ്പെടുത്തി നിരന്തരമായി എന്ന് പറയുന്നു. ആത്മഹത്യക്കുറിപ്പിൽ അക്കാര്യം എഴുതിവെച്ചാണ് ആശാ ബെന്നി ഈ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അക്കാര്യങ്ങളിൽ ഇപ്പോഴൊരു വ്യക്തത വരുന്നുണ്ട്. നാട്ടുകാർ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത്? ഈ സംഭവം, അതായത് കുറച്ച് നാളുകളായിട്ട് ഇവർ നിരന്തരമായിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. തുടർന്നാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പരാതിയുമായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആ സമയത്ത് പോലീസ് കൃത്യമായിട്ട് അതിനകത്തൊരു പരാതി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. നിങ്ങൾ കോടതിയെ സമീപിക്കുക, ഇത് ഒത്തുതീർപ്പാക്കുക എന്നൊരു രീതിയിലേക്ക്, അതായത് ഈ പോലീസുകാരനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ എന്നാണ് ഈ നാട്ടുകാരുടെ അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ അവിടെ വെച്ചും ചില വാക്കുതർക്കങ്ങളും ഈ ആശാ ബെന്നിക്ക് നേരെ ആക്രോശവുമായിട്ട് ഇവർ വരുന്ന ദൃശ്യങ്ങളും അവർ പകർത്തുകയും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ആ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് തന്നെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവിടെ വെച്ച് തന്നെ ഈ രീതിയിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. കൃത്യമായിട്ടുള്ള ഒരു പരാതി അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള ഒരു ചെറിയ തരത്തിലുള്ള, അല്ലെങ്കിൽ ചെറുത് എന്ന് പറയാൻ സാധിക്കില്ല, വലിയ തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ ആശാ ബെന്നിയുടെ മൃതദേഹം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചെറിയ തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവർ ഇതിനു മുൻപ് ഈ പലിശയ്ക്ക് പണം നൽകിയവർ ഇതിനു മുൻപ് പണം നൽകിയിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ നൽകുന്നവരാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. പോലീസ് അതൊക്കെ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പരിശോധിച്ചു വരുന്നത്. എന്തായാലും കുറച്ചു നാളുകളായിട്ട് ഇവർ ഈ വലിയ തരത്തിലുള്ള ഒരു ഇവരുടെ ഈ ഭാഗത്തു നിന്നും ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും ആത്മഹത്യാക്കുറിപ്പും ഇപ്പോൾ പുറത്തു വന്നു. അതിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി ആശാ ബെന്നി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.